ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു കോണ്ടെക്സ്റ്റ് പറയുന്നൊരു വീഡിയോ ആണ്. എൻ്റെ ട്രേഡിംഗ് ഡേ എങ്ങനെയാണ് ഒരു ദിവസം നടക്കുന്നതെന്ന് പറഞ്ഞ ഒരു എന്തുവാണ് എ ഡേ ഓഫ് മൈ ട്രേഡിംഗ് ലൈഫ് എന്ന് പറഞ്ഞ ആ സീരീസിൻ്റെ ഒരു ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് അല്ല, ഒരു വീഡിയോ ആണ് എൻ്റെ ട്രേഡിംഗ് ഡേ എന്ന് പറഞ്ഞ ഈ വീഡിയോയുടെ കണ്ടന്റ്. സോ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡേ പ്രോഗ്രസ് ചെയ്യുന്നത്, എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഞാനത് ചെയ്യുന്നത്, ആദ്യത്തെ അതായത് പ്രീവിയസ് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റെപ്പ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഇനീഷ്യലായി ചെയ്യുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ഞാൻ കൃത്യമായ രീതിയിൽ വാച്ച് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള എ ഡേ ഇൻ മൈ ട്രേഡിംഗ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ സീരീസിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുഗുപ്തൻ. ഏകദേശം 21 വർഷത്തോളമായി ഞാൻ ഈ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ട്. ആസ് എ ഒരു ഡീലർ എന്ന രീതിയിൽ തുടങ്ങി, ആസ് എ റിസർച്ചർ എന്ന രീതിയിൽ അവസാനിച്ച് പല ബ്രോക്കിങ്ങിൻ്റെയും പ്രൊപ്പറേറ്ററി ഡെസ്കിലും ചെന്നൈ ഡെസ്കിലൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ 2017 ആയ സമയത്താണ് ട്രേഡിംഗ് എൻ്റെ ഒരു ഫുൾ ടൈം കരിയറാക്കി തുടങ്ങി ട്രേഡിങ്ങിലേക്ക് ഞാൻ വന്നത്. സോ അതിനു മുമ്പ് വരെ ഞാൻ പല പ്രോസിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയുള്ള ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ യൂഷ്വൽ ട്രേഡിംഗ് സിസ്റ്റം, ഒരു നോവിസായ ഒരു റീറ്റെയിൽ ട്രേഡർ അല്ലെങ്കിൽ നമ്മളെയൊക്കെ പറഞ്ഞ പോലെ റീറ്റെയിൽ ട്രേഡേഴ്സ് അല്ലേ, നമ്മളെപ്പോലെ റീറ്റെയിൽ ട്രേഡേഴ്സ് ചെയ്യുന്ന സിസ്റ്റം അല്ല അവിടെ ചെയ്യുന്നത്. അവിടെ എന്തുവാന്ന് വെച്ചാൽ, അവിടെ കൃത്യമായി പറയുകയാണെങ്കിൽ ദേ ഹാവ് എ പ്രോപ്പർ പ്ലാൻ, പ്രോപ്പർ സെറ്റപ്സ്, ഇൻഫർമേഷൻ കിട്ടുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ, സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്ത് എ ബഞ്ച് ഓഫ് എ ടീം, ഒരു പീപ്പിൾ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പ് രീതിയാണ് അവിടെ അവലംബിച്ചു വരുന്നത്. സോ അതിൽ നിന്നൊക്കെ മാറി സ്വന്തമായ രീതിയിലേക്ക് ഞാൻ ട്രേഡ് ചെയ്യാൻ വന്ന സമയത്ത് ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് എനിക്ക് മീറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫണ്ട്, നല്ല 10-60 ലക്ഷം രൂപയുടെ ഫണ്ട് എനിക്ക് ലോസായി പോയി. അതിൽ നിന്ന് തിരിച്ചു വരാൻ കുറേ ടൈം എടുത്തു. സോ ആസ് എ ട്രേഡേഴ്സ് ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ ട്രേഡിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്നൊരു പർപ്പസ് നമുക്ക് വേണം. ചിലർക്ക് പറയും സൈഡ് ഓഫ് ലിവിങ്, അതായത് എനിക്കൊരു എക്സ്ട്രാ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രേഡ് ചെയ്യുന്ന രീതിയിൽ എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ അത് ഒരു വൺ സൈഡ് ഓഫ് എ ട്രേഡേഴ്സ് ലൈഫാണ്. ആസ് മീ, എന്നെ സംബന്ധിച്ച് ഞാനിവിടെ പറയുകയാണെങ്കിൽ, ദിസ് ഈസ് മൈ ബിസിനസ്. ഞാൻ ഇതിനെ കണക്കാക്കുന്ന ഒരു ബിസിനസ് എന്ന രീതിയിലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് എൻ്റെതായ രീതിയിലൊരു ടാർഗറ്റ്സ് ഉണ്ട്. ഒരു മീൻസ് എൻ്റെ ഫണ്ടിന് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, ബട്ട് ഐ ഹാവ് എ ടാർഗറ്റ്സ്. ആ ടാർഗറ്റ്സുകൾ കൃത്യമായ രീതിയിൽ സെറ്റ് ഓഫ് ചെയ്തിട്ട് വെച്ചാണ് ഞാൻ എൻ്റെ ട്രേഡിംഗ് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഡെവലപ്പ് ചെയ്ത സിസ്റ്റത്തിനെ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ ബേസിക്കലി ആൻഡ് ഫോർമോസ്റ്റ് ആൻഡ് ഫസ്റ്റ് മോസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ട്രേഡിങ്ങിൻ്റെ മെക്കാനിസം ആൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ ആണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ ഇത് ഉപയോഗിച്ച് മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. വേറെ ഒരു സിസ്റ്റവും എനിക്ക് എൻ്റെതായ രീതിയിലില്ല. പ്യുവർലി ബേസ്ഡ് ഓൺ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ. സോ എന്നെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ, എനിക്ക് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യണം. ബിഫോർ ദ ട്രേഡിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ കുറേ കാര്യങ്ങൾ ഞാൻ നോക്കി വയ്ക്കും. ആഫ്റ്റർ ദ ട്രേഡിംഗ് ഡേ കുറേ കാര്യങ്ങൾ ചെയ്ത് വയ്ക്കും. ആൻഡ് ഇൻ ദ ട്രേഡിംഗ് ഡേ ടൈമിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യും. ഇങ്ങനെ ഒരു കൃത്യമായ രീതിയിലുള്ള ട്രേഡിംഗ് സിസ്റ്റവും മെക്കാനിസവും ഞാൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു, നിങ്ങൾ പറഞ്ഞപ്പോൾ 2017 തൊട്ട് നിങ്ങൾ ഞാൻ 2017 ഇപ്പോൾ 7 വർഷം ആവാറായി. ഇത്രയും കാലം ഞാൻ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം മേക്കിംഗ് മണി ഔട്ട് ഓഫ് ദാറ്റ്. സോ അങ്ങനെ സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയും, ഞാനൊരു ഒരു സ്ട്രീം ലൈൻ പോവുകയാണെങ്കിൽ ആ സ്ട്രീം ലൈനിൻ്റെ ഫസ്റ്റിലും വരില്ല, ലാസ്റ്റിലും വരില്ല. ഐ ആം ജസ്റ്റ് ഇൻ ദ മിഡിൽ ഓഫ് സംവെയർ. സോ എന്നെപ്പോലത്തെ ഒരാൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, എന്നെക്കാട്ടിയും വളരെ ബുദ്ധിയുള്ള നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അത് കൃത്യമായ രീതിയിൽ അവലംബിക്കുവാനും കൃത്യമായ രീതിയിൽ അതിനെ ഫോളോ ചെയ്ത് റൂൾ ബേസ് ആക്കി സ്ട്രിക്റ്റായിട്ട് നിങ്ങൾക്കത് അതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് ട്രേഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളായി ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ തിരക്കുകളും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓഫീസിൻ്റെ വർക്കുകളും എല്ലാം ഉള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു സിസ്റ്റം ഈ ഒരു വീഡിയോ ചെയ്യാൻ കുറേ താമസിച്ചു. അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം, വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം കൃത്യമായ രീതിയിലൊരു
റൈറ്റപ്സ് ചെയ്യണം. എന്തൊക്കെ റൈറ്റപ്സ്, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നത് വ്യക്തമായി എഴുതി. അതെനിക്ക് എൻ്റെ മനസ്സിൽ കാണാപ്പാടമായ കാര്യമാണ്. പക്ഷെ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പം അത് ആ പറയുന്ന ഒരു രീതി വ്യക്തമായ ഒരു എന്തുവാണ് ഒരു പ്രോപ്പറായിട്ട് രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് ഇത്രയും ദിവസം താമസിച്ചത്. അപ്പോൾ ആ താമസിച്ചതിനൊരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ലൈഫിലേക്ക് കിടക്കാം. സോ നിങ്ങൾക്കറിയാം, ഞാൻ എന്നും രാത്രി മാർക്കറ്റിൻ്റെ അതായത് പിറ്റേ ദിവസത്തെ മാർക്കറ്റിന് മുമ്പേ ഉള്ള പ്രീ മാർക്കറ്റ് വീഡിയോസ് ഞാൻ ഇടാറുണ്ട്. ഇത് വർഷങ്ങളായി ഞാൻ അവലംബിക്കുന്ന ഒരു രീതിയാണ്. തലേ ദിവസത്തെ മാർക്കറ്റ് പ്രൊഫൈലിലെ ലെവലുകൾ, ഇമ്പോർട്ടൻ്റ് ആയ ലെവൽസൊക്കെ വച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബെയറിഷും ബുള്ളിഷും റെഫറൻസ് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്ത് വെക്കും എൻ്റെ ട്രേഡിങ്ങിൽ. ആ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന സെറ്റപ്പിനെ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് മാറ്റും. എനിക്ക് മാർക്കറ്റ് പ്രൊഫൈൽ തന്നെ ഞാൻ യൂസ് ചെയ്യും. പക്ഷേ പല ആൾക്കാരും പറയുന്നുണ്ട്, സാർ ഞാൻ മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ പെയ്ഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഞങ്ങൾക്കത് പലർക്കും കിട്ടുന്നില്ല, അതുകൊണ്ട് സാർ അത് ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് ആക്കി തരുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ പ്രയോജനപ്പെടുമെന്ന രീതിയിൽ കുറച്ച് റിപ്ലൈ വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തത്, ആ ഒരു ലെവൽ സെറ്റപ്പിനെ ഞാൻ നിങ്ങൾക്ക് ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് മാറ്റി തന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, വ്യക്തമായിട്ട് ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് ഈ ലെവൽ, ഈ മാർക്കറ്റ് പ്രൊഫൈൽ ലെവലിൽ ഇപ്പം ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് വ്യക്തമായി നിങ്ങൾക്ക് വരച്ച് കാണിച്ചുകൊണ്ടാണ് ഈ പ്രീ മാർക്കറ്റ് വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നത്. സോ കൃത്യമായി പറയും, ഈ ലെവൽ ഞാൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്യും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ആസ് എ ട്രേഡർ ഞാൻ എന്ത് ചെയ്യുന്നത്, കുറേ സെറ്റപ്പ് ട്രേഡുകൾ ഉണ്ട്. എനിക്ക് വ്യക്തമായ രീതിയിൽ ഞാൻ ബിഫോർ ദ ട്രേഡിങ്ങും ആഫ്റ്റർ ദ ട്രേഡിങ്ങും ഇൻ ദ ടൈം ഓഫ് ട്രേഡിങ്ങും 3-4 സ്റ്റെപ്പുകൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിഫോർ ദ ഡേ ട്രേഡിങ്ങിൽ ഞാൻ എന്ത് ചെയ്യും, ബിഫോർ ദ ഡേ ട്രേഡിങ്ങിൽ ട്രേഡിംഗ് ഡേയുടെ തുടങ്ങുന്ന ദിവസം തലേ ദിവസം ഞാൻ എന്ത് ചെയ്യും, നമുക്ക് കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും മാർക്കറ്റ് പ്രൊഫൈൽ ലെവൽസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വെള്ളിയാഴ്ച, നമ്മുടെ ഇന്നലെ നടന്ന വെള്ളിയാഴ്ച നിഫ്റ്റി ഒരു നോർമൽ ഡേ ആയിരുന്നു. ഒരു എക്സെപ്ഷൻ തന്നെങ്കിൽ കൂടി നിഫ്റ്റി അത് തന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ ദിവസത്തെ ഇമ്പോർട്ടൻറ്റ് POs ഞാൻ മാർക്ക് ചെയ്യും. ഒരു ബെയറിഷ് റെഫറൻസ് എന്നെ സംബന്ധിച്ചുണ്ടാവും, അതേപോലെ ഒരു ബുള്ളിഷ് റെഫറൻസ് എന്നെ സംബന്ധിച്ചുണ്ടാവും. അപ്പോൾ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് മുകളിലോട്ടുള്ള ലെവൽ, ഫോർ എക്സാമ്പിൾ ബുള്ളിഷ് റെഫറൻസ് ഇമ്പോർട്ടൻറ്റ് POs അല്ലെങ്കിൽ റെഫറൻസ് പോയിന്റോ അല്ലെങ്കിൽ HPO അതൊക്കെ ആയിരിക്കാം. സോ അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എത്ര വരെ പോകുന്ന ടാർഗറ്റ് ഞാൻ സെറ്റ് ചെയ്യും. ചില ദിവസങ്ങളിൽ 2 ടാർഗറ്റ് സെറ്റ് ചെയ്യും, ചില ദിവസങ്ങളിൽ ഞാൻ 3 ടാർഗറ്റ് സെറ്റ് ചെയ്യും. സോ അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കറിയാം ചില ദിവസങ്ങളിൽ 2 ടാർഗറ്റിന് അപ്പുറത്തേക്ക് മാർക്കറ്റ് പോകാറില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇന്നലെ തിരിച്ചറിയാം, നിങ്ങൾ എൻ്റെ വ്യാഴാഴ്ച രാത്രിത്തെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ S2 വരെ നിഫ്റ്റിക്ക് വരച്ചിട്ടില്ലായിരുന്നു. കൃത്യമായി നിഫ്റ്റി ആ S2ൻ്റെ ഭാഗത്തേക്ക് വന്ന് തിരിച്ചു കയറിപ്പോയി. അന്ന് എല്ലാവരും പറഞ്ഞു മാർക്കറ്റ് അടിച്ചിറങ്ങുമെന്ന് പറഞ്ഞ് കൂടെ ഞാൻ എൻ്റെ കൃത്യമായി S2 മാത്രമേ വരച്ചുള്ളൂ. അപ്പോൾ എനിക്കെന്തോ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ആ വരയ്ക്കുന്ന ലെവലിൻ്റെ ഭാഗത്തേക്ക് 80% വ്യക്തമായ രീതിയിൽ മാർക്കറ്റ് പോകുന്നു. 20% പോയിന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം ഞാൻ നോബഡി ക്യാൻ ബി എ പെർഫെക്റ്റ് ഇൻ എ ട്രേഡിംഗ് ലൈഫ്. 100-ൽ 100 ട്രേഡും കിട്ടുന്ന ഒരു ട്രേഡും ലോകത്തില്ല. അത് ഓർത്തോളൂ. അത് ഈവൻ ഇഫ് വാരൻ ബഫെ ആയിക്കോട്ടെ, ഇൻവെസ്റ്ററായ വാരൻ ബഫെ ആയിക്കോട്ടെ, റോബോട്ട് കിയോസ്കി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ മാർക്ക് മിനർവാനി ആയിക്കോട്ടെ, ആരുമോ ആയിക്കോട്ടെ, എ ട്രേഡേഴ്സ് ലൈഫിൽ ദർ മസ്റ്റ് ബി എ ആക്യുറേറ്റ് ലെവൽ. അവർ അത്രയ്ക്ക് കുറച്ച് ഒരു ആക്യുറേറ്റ് ലെവലായിരിക്കും. ദേ വിൽ പ്രിഫർ ദാറ്റ് ആക്യുറേറ്റ് ലെവൽ ടു കണ്ടിന്യൂ. അല്ലാതെ അതിനെ താഴേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കില്ല, പകരം അതിനെ കണ്ടിന്യൂ ചെയ്യാൻ അവർ ശ്രമിക്കുകയുള്ളൂ. സോ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ കൃത്യമായി എനിക്കൊരു 80% എൻ്റെ ലെവൽസ് വ്യക്തമായി വർക്കാവുന്നുണ്ട്. പല ആൾക്കാരും അത് ലെവൽ അയച്ചില്ലെങ്കിൽ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അർത്ഥത്തിൽ അത് വർക്കാവുന്നുണ്ടല്ലേ ചോദിക്കുന്നത്. അവർക്ക് ഞാൻ കൊടുക്കുന്ന ലെവൽസ് പ്രയോജനപ്പെടുന്നുണ്ടാണല്ലോ അവർ ചോദിക്കുന്നത് എൻ്റെ അടുത്ത്. സോ ഈ പ്രകാരം ഒരു ബുള്ളിഷ് റെഫറൻസ് ഞാൻ വരയ്ക്കും. അതിന് മുകളിൽ 2 ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് മാക്സിമം പോവാം. അതേപോലെ ഒരു ബെയറിഷ് റെഫറൻസ് വരയ്ക്കും. ബെയറിഷ് റെഫറൻസ് നിർമ്മാണത്തിന് ശേഷം അതിന് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഏതുവരെ പോകാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് എന്ന്. ഇപ്പം ഇതിൽ താഴോട്ടുള്ള ലെവൽസിനെ ഞാൻ എന്താ പറയുക S1, S2, S3 എന്ന് പറയും. മുകൾ അപ്പർ സൈഡിലേക്കുള്ള റെഫറൻസിനെ ഞാൻ എന്താ പറയും R1, R2, R3 എന്ന് പറഞ്ഞ് ഒരു ബുള്ളിഷും ബെയറിഷും വെച്ച് ഇതിനെ വേർതിരിച്ച് ഞാൻ വ്യക്തമായ രീതിയിലേക്ക് മാർക്കൗട്ട് ചെയ്ത് വെക്കാറുണ്ട്. അതിൻ്റെ കൂടാതെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാറുണ്ട്, പിറ്റേ ദിവസത്തേക്ക് വേണ്ടി ഞാൻ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ തലേ ദിവസത്തെ മാർക്കറ്റിൻ്റെ വേൾഡ് മാർക്കറ്റ് പ്രത്യേകം എസ്പെഷ്യലി S&P, ഡൗ ജോൺസും നാസ്ഡാക്കും, അത് കൂടാതെ ഡോളറിൻ്റെ ക്രൂഡ് ഓയിലും ഗോൾഡും ഇതൊക്കെ ഞാനൊന്ന് വായിച്ചിരിക്കും. അത് കൂടാതെ ഹാങ്സ്, അങ്ങനെ നിക്കായി, അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ മാർക്കറ്റുകൾ ഓപ്പണിങ്ങിന് മുമ്പ് ഞാൻ മാർക്ക് ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പം ഇതിൻ്റെ അർത്ഥം ഫോർ എക്സാമ്പിൾ നമ്മൾ മൺഡേ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ 150 ഗ്യാപ് ഡൗണിലാക്കി ഓപ്പൺ ചെയ്യാൻ പോകുന്നതാണ് സോഫാർ ഇവരുടെ വന്ന ഇത് വെച്ച്. അപ്പോൾ നമുക്ക് അത് വ്യക്തമായി നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇന്നൊരു ഗ്യാപ് ഡൗണിൻ്റെ ചാൻസ് ആണ് നമുക്ക് വളരെ കൂടുതൽ. അപ്പോൾ ഗ്യാപ് ഡൗൺ വരുന്ന സമയത്ത് നമ്മളെ എൻ്റെ ട്രേഡിംഗ് സിസ്റ്റം മാറിപ്പോകും. സോ നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ അതിനെ പറയും ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച്, OAOR എന്ന് പറയും. ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റം മൊത്തത്തിൽ മാറും. അപ്പം
എൻ്റെ ഇപ്പം ഇത് നമ്മൾ കൃത്യമായി തലേദിവസം മാർക്ക് ചെയ്തെല്ലാം വെച്ച് ലെവലിലെ കാലത്ത് ബിഫോർ ദ മാർക്കറ്റ് നോക്കി വെച്ച് എല്ലാം ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഒരു കാൽക്കുലേഷൻ കൃത്യമായിട്ട് വെക്കും. അടുത്ത മൂന്നാമത്തെ നമ്മൾ തലേ ദിവസത്ത് വരുന്ന ബിഗസ്റ്റ് ഡെൽറ്റ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റിയുടെ ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയുടെ നിങ്ങൾ ലെവൽസ് നിങ്ങൾ നോക്കൂ. ഇപ്പോൾ നിഫ്റ്റിയിൽ വന്ന ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇത് നോക്കണ്ട, ഏകദേശം 1600, ഇതിപ്പോൾ ഡെൽറ്റ ചേഞ്ച് വന്നിരിക്കുന്നത്, ഏകദേശം 1636ഓളം ഡെൽറ്റ ക്യുമുലേറ്റീവ് ഡെൽറ്റ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൈനസാണ്. അതായത് ഫ്ലാറ്റാണ്. വലിയ സെല്ലേഴ്സ് ഒന്നും നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലെ വന്നിട്ടില്ലായിരുന്നു. വന്ന സെല്ലേഴ്സ് എല്ലാം മാർക്കറ്റ് തിരിച്ച് കയറിയ സമയത്ത് പോയി. പക്ഷേ അതേസമയം നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കൂ. ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം പറയുകയാണെങ്കിൽ 16,799ഓളം സെല്ലേഴ്സും ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി 1.88% അടിച്ചതും നിഫ്റ്റി 0.6-നകത്ത് ചുരുക്കിയത്. കാരണം എന്താണ്, എൻ്റെ IT പാക്സ് നിഫ്റ്റിക്ക് പ്ലസ് ആയിരുന്നു, അതുകൊണ്ട് നിഫ്റ്റി അടിച്ചില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ അറിയാൻ വേണ്ടി പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പണിംഗ് എങ്ങനെയായിരിക്കും. ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യാത്ത ഗ്യാപ് ഡൗൺ വരുവാണെങ്കിൽ മാർക്കറ്റിൽ ഈ തലേ ദിവസത്തെ ഡെൽറ്റ പ്ലെയേഴ്സ് ആക്റ്റീവ്, അതായത് ഫ്രഷ് പ്ലെയേഴ്സ് എൻട്രി ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ തലേ ദിവസത്തെ പ്ലെയർ വല്ലതും ഇപ്പോൾ ഇന്ന് ഫോർ എക്സാമ്പിൾ ഇന്ന് നല്ല ഹ്യൂജ് ബൈങ്, ഇപ്പോൾ ഈ 16,636, അപ്പോൾ ഫോർ എക്സാമ്പിൾ വേണ്ട ബാങ്ക് നിഫ്റ്റി നോക്കൂ, 16,16,799 പ്ലസ് ആയിരുന്നെങ്കിൽ നാളെ ഇവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മളുടെ ഡേ പ്രോഗ്രസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ഇത് വ്യക്തമായി തലേ ദിവസത്തെ ഓട്ടും ഡെൽറ്റയും ഇവിടെ സെല്ലിംഗ് ഏരിയ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഞാനൊന്ന് വ്യക്തമായി മാർക്ക് ചെയ്ത് വയ്ക്കും. അതൊക്കെ ഇതിനു വേണ്ടിയാണ് എന്നെ സംബന്ധിച്ച് അന്നത്തെ ദിവസത്തെ ബിഫോർ ദ ടൈം എനിക്ക് അറിയണം ഇത്രയും പ്ലെയേഴ്സ് അഗ്രസീവായിട്ടുണ്ടായി രണ്ടും. അപ്പോൾ ഈ പ്ലെയേഴ്സ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ട്രേഡിങ്ങിൻ്റെ സെറ്റപ്പ് മാറാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഞാൻ ആദ്യമേ ഒരു കാര്യം നിങ്ങളതെല്ലാം പറയാൻ ഉദ്ദേശിച്ചത് കാരണം ട്രേഡേഴ്സിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി നോക്കി വെച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു ബിസിനസ് നിങ്ങളിതിനെ ഇഫ് യു ആർ കൺസിഡറിങ് ദിസ് ആസ് എ ബിസിനസ്, നിങ്ങളിതിനെ ബിസിനസ്സായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുമെങ്കിൽ യു വാണ്ട് ടു ബി എ പ്രൊഫഷണൽ ട്രേഡ്, നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവണമെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യു ആർ റണ്ണിങ് എ ബിസിനസ് മാൻ. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ റൈവലറി അറിയണം, നിങ്ങളെ സെല്ലിംഗ് പോയിന്റ് എന്താണെന്ന് അറിയണം, നിങ്ങളെ ബിസിനസ് എന്താണെന്ന് അറിയണം, നിങ്ങൾ അതിൻ്റെ സപ്ലൈസ് എന്താണെന്ന് അറിയണം, എങ്ങനെ നിങ്ങൾക്ക് പൈസ ലാഭിക്കാൻ അറിയണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ട്രേഡിങ്ങിൻ്റെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതും. സോ ആസ് എ ബിസിനസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ബിഗ് കോട്ടും ഡെൽറ്റയും മാനേജ് ചെയ്ത് വയ്ക്കും. അതിനുശേഷം എന്ത് ചെയ്യും, പിറ്റേ പറഞ്ഞ പോലെ യൂഷ്വലി പറഞ്ഞ വേൾഡ് മാർക്കറ്റിൻ്റെ ഡേ ക്ലോസിങ് എങ്ങനെയാണ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, അവരെങ്ങനെയാണ് പ്ലേ ചെയ്തിരിക്കുന്നത് നോക്കും. അതിനുശേഷം പറഞ്ഞതാണ് ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ ഫോളോ ചെയ്യുന്നത് മാർക്കറ്റ് പ്രൊഫൈൽസിൻ്റെ ലെവൽസ് ക്യാൻഡിൽസ്റ്റിക്കിലേക്ക് മാറ്റി വരച്ചിട്ട് അത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ ഫോളോ ചെയ്യും. അത് വെച്ചാൽ ട്രേഡിങ്ങിൻ്റെ സിസ്റ്റം കാലത്ത് മോർണിംഗ് ഞാൻ വാച്ച് ചെയ്യുന്ന ആ ട്രേഡിംഗ് വെച്ചാണ്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ബെയറിഷ് സ്റ്റാൻഡ് എടുക്കും, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും, ബുള്ളിഷിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ബുള്ളിഷ് സ്റ്റാൻഡ് എടുക്കും. അപ്പോൾ ഈ ഒരു റെഫറൻസ് സിസ്റ്റം വെച്ചാണ് എൻ്റെ സ്റ്റാൻഡ് തന്നെ മാറുന്നത്. സോ ആ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ബിഫോർ ദി മാർക്കറ്റ് ടൈമിന് ഞാൻ ചെയ്തു വെക്കുന്നത്. ഇനി ഇൻ ദ ട്രേഡിംഗ് ടൈം, ഇപ്പോൾ ട്രേഡിംഗ് ടൈം ഓപ്പൺ ചെയ്യും, അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് കയറി മാർക്കറ്റിലേക്ക് കയറുമ്പോഴാണ് നമ്മുടെ ഇമോഷൻസ് സൈക്കോളജി എല്ലാം വർക്കാകുന്നത്. സോ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത സെറ്റപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നത് മാർക്കറ്റ് എവിടെയാണ് ഓപ്പണിംഗ് എന്ന് നോക്കും. ഫസ്റ്റ് ഓപ്പണിംഗ് ടൈപ്പ്, മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യും, തലേ ദിവസത്തെ റേഞ്ചിൻ്റെ ഭാഗത്താണ് ഓപ്പൺ ചെയ്യുന്നത്, അല്ല ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ, ഇങ്ങനെയൊക്കെ നോക്കും. ഓപ്പണിംഗ് ടൈപ്പ് ഞാൻ ഡിസൈഡ് ചെയ്യും. ഓപ്പണിംഗ് ടൈപ്പ് ഡിസൈഡ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, IBയുടെ വോളിയം നോക്കും. ആദ്യത്തെ 1 മണിക്കൂറിൻ്റെ വോളിയം നോക്കും. ആദ്യത്തെ 1 മണിക്കൂർ എനിക്ക് സെറ്റ് ഓഫ് ഒരു വോളിയം പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ വോളിയം പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ഇത്ര വോളിയം വന്നിട്ടില്ല എങ്കിൽ ഈവൻ ദോ ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ കൂടി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് ഞാൻ അവിടെ സെറ്റ് ചെയ്യും. ഇന്ന് ഫുൾ ക്വാണ്ടിറ്റിയിൽ പോകാൻ പാടില്ല വിഷ്ണു, യു ഗോ വിത്ത് എ 50% ക്വാണ്ടിറ്റി. അവിടെ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. കാരണം റിസ്ക് മാനേജ്മെൻറ്റ് കറക്റ്റ് ആയിട്ടില്ല എങ്കിൽ ഇമോഷൻസ് വർക്ക് ചെയ്യില്ല. ഇമോഷൻസ് വർക്ക് ചെയ്യില്ലെങ്കിൽ എന്ത് പറ്റും, ഇവൻച്വലി യു മേക്ക് ലോസ്, നിങ്ങൾക്ക് ലോസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഞാനൊരു സിസ്റ്റം കണ്ടല്ലോ. ഇപ്പോൾ ഓപ്പണിംഗ് ടൈപ്പ് ഞാൻ നോക്കും, എന്നിട്ട് IBയുടെ വോളിയം ആദ്യത്തെ 1 മണിക്കൂറിൻ്റെ വോളിയം നോക്കും. ഇത് കാര്യങ്ങൾ എൻ്റെ പാരാമീറ്റർ, ഇപ്പോൾ IBയുടെ വോളിയം എൻ്റെ പാരാമീറ്ററിനകത്താണെങ്കിൽ ഓപ്പണിംഗ് ടൈപ്പ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണെങ്കിൽ, അപ്പോൾ ഓപ്പണിംഗ് ഓപ്ഷൻ എന്തോ ആയിക്കോട്ടെ, ഈ IBയുടെ വോളിയം ഉണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ഞാൻ എന്ത് ചെയ്യും, മാർക്കറ്റ് എനിക്കൊരു ഒരു ഹൈൻസൈറ്റ് നിങ്ങൾക്ക് മാർക്കറ്റ് തരും.
ടുഡേ എന്താണ് ട്രെൻഡ് ഡേ ആവാനുള്ള ചാൻസ് കൂടുതലാണ്, ഇല്ല നോർമൽ ഡേ നോർമൽ വേരിയേഷൻ തരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഓപ്പണിംഗ് ടൈപ്പും ഐ ബി വോളിയം വെച്ച് കൺട്രോൾ ചെയ്യും. ഇത് കൃത്യമായിട്ട് വോളിയം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഫുൾ സൈസിലേക്ക് പോകുള്ളൂ, ഇല്ല എങ്കിൽ എൻ്റെ ഹാഫ് സൈസിലേക്ക് ഞാൻ പോകുള്ളൂ, അല്ലെങ്കിൽ 1/6 1/3 ഒക്കെ എടുക്കാം. സോ പൊസിഷൻ സൈസിങ് അവിടെ ക്ലിയർ ആക്കാൻ വേണ്ടി എന്നെ ഓപ്പണിംഗ് ടൈപ്പും ഐ ബി വോളിയം എന്നെ സഹായിക്കും. ഒന്ന്. സെക്കൻഡ് കേസ് എന്താണ്, ട്രേഡ് സെറ്റപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 1-2 ദിവസം ഞാനത് വിട്ടു പോകുമെങ്കിൽ കൂടി ഞാൻ കൃത്യമായിട്ട് എൻ്റെ ട്രേഡ് സെറ്റപ്പ് കാൻഡിൽ സ്റ്റിക്ക് വെച്ച് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന മാർക്കറ്റ് പ്രൊഫൈൽ ലെവൽസ് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്യും. കൃത്യമായിട്ട് ഞാൻ അത് വെച്ചുള്ള ട്രേഡ് സെറ്റപ്പ് എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഈ ഒരു രീതിയാണ് ഞാൻ കൃത്യമായിട്ട് അവലംബിച്ച് പോകുന്നത്. അപ്പം ആ ഒരു രീതി അവലംബിച്ച് പോണ സമയത്ത് നമുക്ക് എന്ത് പറ്റും, നമ്മളെ ട്രേഡ് നമുക്ക് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും ആ ട്രേഡിങ് നമുക്ക് ഒരു കൃത്യമായ ഒരു ആ ട്രേഡിങ്ങിന് നമുക്ക് ലോസോ പ്രോഫിറ്റോ ആയിക്കോട്ടെ, നമുക്കത് കൃത്യമായ രീതിയിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ അല്ലെങ്കിൽ ലോസ് എടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജി അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ സാധിക്കും. ഇത് കൃത്യമായ കാര്യം. പിന്നെ ഞാൻ എന്ത് ഫോളോ ചെയ്യുന്നത്, നമുക്ക് ബിഗസ്റ്റ് വോളിയം വരുന്ന ഏരിയാസ് ഒക്കെ, ഫോർ എക്സാമ്പിൾ 6500, ഒരു ഇടയ്ക്ക് ഞാൻ പറഞ്ഞു 5000 6000 മുകളിലൊക്കെ ലോട്ട് സൈസ് വരുന്നതൊക്കെ ഒരു LLP ആണ്, ലാർജ് ലോട്ട് പ്ലേയേഴ്സ് എന്ന് പറയും. ആ ലാർജ് ലോട്ട് പ്ലേയേഴ്സിനെ ട്രാക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ട്രേഡ് സെറ്റപ്പ് ഞാൻ എടുക്കും. കാരണം അവർ 5000-10,000 ക്വാണ്ടിറ്റി ഒരാൾ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ഹാവ് എ സ്റ്റോപ്പ് ലോസ്, അവർക്ക് ടാർഗറ്റും കാണുമല്ലോ. ആ ടാർഗറ്റ് വ്യക്തമായി ഞാനത് ഫോളോ ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കുറച്ച് ദിവസം മുമ്പേ ബാങ്ക് നിഫ്റ്റിയിൽ 50,970 ഭാഗത്ത് ഒരു 5,900 സെല്ലർ വന്നു. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി പിന്നെ ആ ലെവൽ ഇപ്പം ഇതുവരെ വന്നിട്ടില്ല. ശ്രദ്ധിച്ച് നോക്ക്, അവിടെ നിന്നാണ് ഈ ബാങ്ക് നിഫ്റ്റി അടിച്ച് തുടങ്ങിയത്. സോ അങ്ങനത്തെ പോലത്തെ LLP പ്ലെയർ, ലാർജ് ലോട്ട് പ്ലെയേഴ്സ് വരികയാണെങ്കിൽ ഓർഡർ ഫ്ലോയിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് വെച്ച് ഒരു പ്രൊഫഷണൽ ട്രേഡ് സെറ്റപ്പ് ഒരു വ്യൂ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും അത് ഒരു പൊസിഷൻ ട്രേഡ് സെറ്റപ്പിലേക്ക് വേണ്ടി യൂസ് ചെയ്യാനും ഞാൻ ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എന്നെ പോലെ പിന്നെ നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്ന ട്രേഡ് സെറ്റപ്പാണ് സി സൈഡ് ദോക്ക. സി എന്ന് പറയാൻ നമ്മളെ മാർക്കറ്റ് പ്രൊഫൈലിൽ 10:15 10:45 സമയത്ത് പറഞ്ഞ പേരാണ് സിയെ നമ്മൾ പറയുന്ന പേരാണ് ചീറ്റിംഗ്, അഥവാ ദോക്ക എന്ന് ഹിന്ദി പറയാം. ചീറ്റി എന്ന പീരീഡാണ്. അപ്പോൾ ആ ചീറ്റി എന്ന പീരീഡിൽ നമുക്ക് നമ്മുടേതായ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഇവിടെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 50%, ഒരു വർഷത്തിൽ 50% ദിവസങ്ങളിലേ കിട്ടുള്ളൂ. കിട്ടുന്ന ദിവസങ്ങൾ നമ്മളത് മാക്സിമം എടുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. സോ സി സൈഡ് ട്രേഡിംഗ് സെറ്റപ്പ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഇതിൻ്റെ ട്രേഡിംഗ് ലൈക്ക് ജേർണിയിൽ ആസ് എ ട്രേഡർ ഞാൻ ആ ദിവസത്തിൽ എല്ലാ ദിവസവും ഇത് റൂളായിട്ട് ഫോളോ ചെയ്യുന്നതാണ്, അത് വ്യക്തമായി ഫോളോ ചെയ്യുന്നതാണ്. അതിനുശേഷം വരുന്ന ഒരു ഏറ്റവും വലിയ ട്രേഡ് സെറ്റപ്പാണ് ഈ പീരീഡിൻ്റെ ട്രേഡ് സെറ്റപ്പ്. ഈ പീരീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും 11:15 11:45 സമയത്തിനെ പറഞ്ഞ പേരാണ് ഈ പീരീഡ്. എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ പീരീഡാണ്. ഈ പീരീഡിനുള്ള ട്രേഡ് സെറ്റപ്പ് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ട്രേഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈലിലെ ട്രേഡ് സെറ്റപ്പിനെ വെച്ചുള്ള വീഡിയോ കിടപ്പുണ്ട്. സോ അതിനകത്ത് ഈ പീരീഡ് ട്രേഡ് സെറ്റപ്പിൻ്റെ ഈ സക്സസും ഈ ഫെയിലിയറിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ പീരീഡ് വെച്ചുള്ള ട്രേഡ് സെറ്റപ്പ് യൂസ് ചെയ്യാറുണ്ട്. ആ ട്രേഡ് സെറ്റപ്പ് പ്രകാരം അത് 2 ട്രേഡ് സെറ്റപ്പ്, സക്സസ് ആയ ഒരു ട്രേഡ് സെറ്റപ്പ്, ഫെയിലിയർ ആയ ട്രേഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ആ 2 ട്രേഡ് സെറ്റപ്പും ഇവൻച്വലി കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. ഇന്നലെ ഈ പീരീഡ് ട്രേഡ് സെറ്റപ്പ് ബാങ്ക് നിഫ്റ്റിക്ക് താഴേക്ക് വർക്ക് ആവുകയും നിഫ്റ്റിക്കും വർക്ക് ചെയ്തു. രണ്ടും ആ ട്രേഡ് സെറ്റപ്പ് ആക്ടിവേറ്റ് ആയിരുന്നു, പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ ട്രേഡ് സെറ്റപ്പും വ്യക്തമായ രീതിയിൽ ഞാൻ ഫോളോ ചെയ്യും. അപ്പം എൻ്റെ ഇൻ ദ ഡേ ഇങ്ങനെയാണ് ഡേ പ്രോഗ്രസ് ചെയ്യുമ്പോൾ കാലത്ത് 9:15 തൊട്ട് 3:15 വരെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലേബൽസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അത് വെച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കും. LLP ബിഗസ്റ്റ് ലാർജ് ലോട്ട് പ്ലെയേഴ്സ് വന്നാൽ അവരെ കൂടെ പോകാൻ ശ്രമിക്കും. 3 സി സൈഡ് ദോക്ക ട്രേഡ് എടുക്കാൻ ശ്രമിക്കും. 4 ഈ ഫെയിലിയർ ട്രേഡോ അല്ലെങ്കിൽ ഈ സക്സസ് ട്രേഡോ വന്നാൽ അത് എടുക്കാൻ ശ്രമിക്കും. ഇങ്ങനെ 4 ട്രേഡ് സെറ്റപ്പ് എല്ലാ ദിവസവും റിപ്പീറ്റഡായി വന്നുകൊണ്ടിരിക്കുന്ന ട്രേഡ് സെറ്റപ്പാണ്. ചിലപ്പോൾ ചില ദിവസങ്ങൾ വരും, ഇപ്പോൾ സി എല്ലാ ദിവസവും സംഭവിക്കുന്നില്ല, പക്ഷേ ഈ ട്രേഡ് സെറ്റപ്പ് എല്ലാ ദിവസവും ഒക്കോടായിരിക്കും. പിന്നെ അത് കൂടാതെ കുറേ ട്രേഡ് സെറ്റപ്പുകളായ POC to POC, അതായത് പൊസിഷൻ സെറ്റപ്പ് ആക്ടിവേറ്റ് ആക്കുന്നുണ്ട്. സ്പൈക്ക് നടക്കുന്ന ദിവസങ്ങളിൽ സ്പൈക്ക് ട്രേഡ് സെറ്റപ്പ് എടുക്കാറുണ്ട്. പിന്നെ IB വോളിയം വെച്ച് എക്സ്റ്റൻഷൻ വരികയാണെങ്കിൽ അത് വെച്ചുള്ള ട്രെൻഡ് ഡേ ട്രേഡ് സെറ്റപ്പ് എടുക്കാറുണ്ട്. ഇതൊക്കെ ഇവ എന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റെ ഡേ ടൈമിൽ കുറേ കാര്യങ്ങൾ വയ്ക്കും. ഫോർ എക്സാമ്പിൾ എൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് പൊസിഷൻ സെറ്റിങ്ങും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്
മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യുന്നു, വോളിയം ഉണ്ട്. ഈ 2 കാര്യങ്ങൾ നോക്കി ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റി ആയിരിക്കും എൻ്റെ ഇമോഷൻസിനെയും എൻ്റെ സൈക്കോളജിയും ഡെവലപ്പ് ചെയ്ത് എനിക്ക് ട്രേഡിംഗ് കൃത്യമായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ 20 ലോസ് വന്നാൽ എനിക്ക് 20 പ്രോഫിറ്റ് അടിക്കാം, 3 ലക്ഷം ലോസ് വന്നാൽ 3 ലക്ഷം പ്രോഫിറ്റ് അടിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് ഇത് വ്യക്തമായ രീതിയിൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ട്രേഡിംഗ് ഒരു ജേർണൽ സിസ്റ്റം പോലെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഒരു കൃത്യമായ രീതിയിൽ ബിസിനസ്സിനെ പോലെ ഒരു ജേർണലിംഗ് വെച്ചാണ് ഞാൻ വ്യക്തമായ രീതിയിൽ എല്ലാം ഫോളോ ചെയ്യുന്നത്. അതാണ് ഞാൻ എൻ്റെ മെൻറ്റർഷിപ്പ് റൂമിലുള്ളവർക്കും ലൈവ് ട്രേഡിംഗ് ഉള്ളവർക്കും ഞാനത് അവരിലേക്ക് ഞാൻ ഇതിനെ ഇൻഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫ്യൂസ് ചെയ്ത് ഇൻജക്റ്റ് ചെയ്ത് അവരെ കൊണ്ട് അത് ഫോളോ ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു ബാച്ച് ഒരു വർഷമൊക്കെ ഞാൻ കൊണ്ടുപോകുന്നത്. അവരെ കൊണ്ട് മാക്സിമം അവരെ ഇൻജക്റ്റ് ചെയ്ത് അവരെ എൻ്റെ രീതിയിലേക്ക് ഞാൻ മാറ്റിയെടുക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും റിസ്ക് കുറച്ച് റിസ്ക് എടുക്കാത്ത രീതിയിലുള്ള ട്രേഡൊക്കെ നമ്മൾ മാക്സിമം ഫോളോ ചെയ്യും. എടുക്കണം, റിസ്ക് നമ്മൾ എടുക്കും. എന്നാൽ അനാവശ്യമായിട്ടുള്ള ഒരു ഒന്നും പറയുക ബാഡ് ട്രേഡ്സിലേക്ക് നമ്മൾ ഒരിക്കലും പോകാറില്ല. റോങ് ട്രേഡ്സ് ചെയ്യും, അതായത് സ്റ്റോപ്പ് അടിക്കുന്ന ട്രേഡ്സ് ഒക്കെ വരാറുണ്ട്. പക്ഷേ ബാഡ് ട്രേഡ്, ചോയ്സ് ബാഡ് ആവുന്ന രീതിയിലുള്ള ട്രേഡ് നമ്മൾ കഴിവതും ഒഴിവാക്കുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ DM me, ഞാൻ നിങ്ങൾക്ക് എൻ്റെതായ രീതിയിലുള്ള ഹെൽപ്പ് തരാം. ഇത് വച്ചുള്ളൊരു സെമിനാറാണ് ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന ജാനുവരി 25-ാം തീയതി നടത്താൻ പോകുന്നത്. താല്പര്യമുള്ളവർ ചേരുക. നിങ്ങൾക്ക് അത് വെറും 500 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതൊരു ഐ ഓപ്പണർ ആവാനുള്ള ചാൻസാണ് എന്നെ സംബന്ധിച്ച് ഉള്ളത്. നിങ്ങൾക്ക് ഐ ഓപ്പണർ തന്നെ ആയിരിക്കും. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ഇത് നിങ്ങൾ കാണുക, നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന രീതിയിലാണ് ഞാൻ കുറച്ച് ദിവസം വിചാരിച്ച വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇത് തീർച്ചയായും പ്രയോജനപ്പെടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് പിങ് മീ, ഞാൻ നിങ്ങൾക്ക് എൻ്റെതായ രീതിയിലുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. സോ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ഹാപ്പി വീക്കെൻഡ്.